ഹലോ ഗൈസ്, നമ്മൾ ഇന്നിപ്പം മീനുട്ടിയുടെ ഒരു സമ്പാദ്യം പൊട്ടിക്കാൻ പോവുകയാണ്. ഒരു 5 മാസത്തെ സമ്പാദ്യം പൊട്ടിക്കാൻ പോവുകയാണ് നമ്മളിന്ന്. ആക്ച്വലി നമ്മളൊരു മെയ് പകുതിയോട് കൂടിയായിരുന്നു ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അവൾക്ക് വേണ്ടി കുറച്ച് എമൗണ്ട് കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇട്ട് വെച്ചിട്ട് അവളുടെ ബർത്ത്ഡേ ആകുമ്പോഴത്തേക്കും ഇത് പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു നമ്മളിത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിള്ളേർ ചെറുപ്പത്തിൽ തന്നെ എന്തെങ്കിലും പൈസയൊക്കെ കിട്ടിയാൽ അതിട്ട് വെക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് കാണിക്കുന്നതുകൊണ്ട് മീനുട്ടിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. സോ അവളുടെ 5 മാസത്തെ സമ്പാദ്യം അതൊന്ന് നമുക്ക് പൊട്ടിച്ച് നോക്കിയാലോ. ഇതിനകത്തെ എമൗണ്ടിൻ്റെ സോഴ്സ് നോക്കുകയാണെങ്കിൽ അത് എൻ്റെ പോക്കറ്റിൽ നിന്ന് മീനുട്ടി അടിച്ചു മാറ്റിയ പൈസയാണ് ഗൈസ്. വേറൊന്നുമല്ല, ഓഫീസിൽ നിന്ന് ഞാൻ വരുന്നത് നോക്കിയിരിക്കുമായിരുന്നു. അവൾ എല്ലാ ദിവസവും തന്നെ എത്രയെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു കോയിനെങ്കിലും എടുത്ത് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ അവൾക്കൊരു സമാധാനം ഉണ്ടാവത്തുണ്ടായിരുന്നില്ല. മാത്രമല്ല, കൊച്ചിന് കോയിൻ ഇടുന്നതായിരുന്നു കേട്ടോ കൂടുതലും ഇഷ്ടം. അതാകുമ്പോൾ ചെറിയ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നതുകൊണ്ട് നോട്ടിൻ്റെ വിലയേക്കാൾ അവൾക്കിഷ്ടം കോയിൻ കാര്യങ്ങൾ ഇടാനായിരുന്നു. നമ്മളിത് ഇപ്പം പൊട്ടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒക്ടോബർ 24 മീനുട്ടിയുടെ ബർത്ത്ഡേ ആണ്. ഇത് നമ്മൾ ഇട്ട് വെച്ചപ്പോൾ തന്നെ മീനുട്ടി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബർത്ത്ഡേക്ക് ഒരു ഐറ്റം അവൾക്ക് വേണം എന്നുള്ളത്. അപ്പോൾ അത് വാങ്ങിച്ചു കൊടുക്കാം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്യാഷ് ഫുൾ ഇട്ട് വെക്കുന്നതെന്നായിരുന്നു അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെന്താണെന്ന് നമ്മൾ ആ സാധനം വന്നു കഴിയുമ്പം ഒരു വീഡിയോ ഇടാം കേട്ടോ. എല്ലാവരും ടോട്ടൽ എത്ര എമൗണ്ട് ഉണ്ടാവും എന്നറിയാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ആദ്യം നോട്ട് കാര്യങ്ങളെല്ലാം എടുത്തു, പിന്നെ അതിനകത്തുണ്ടായിരുന്ന കോയിൻസ് എടുത്തു. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുകളിലും കുറച്ച് ക്യാഷ് കാര്യങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഫുൾ എമൗണ്ട് കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്തു. പിന്നെ ഇതെല്ലാം സെറ്റായിട്ട് നമ്മൾ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കോയിൻസും നോട്ടും കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി. പിന്നെ അടുത്ത പരിപാടി ഈ കോയിൻസും നോട്ടും കാര്യങ്ങളും എല്ലാം എണ്ണലായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് എണ്ണി വെച്ചു. അപ്പോൾ നമുക്ക് ടോട്ടൽ 3184 രൂപ കിട്ടി. ഓക്കെ, ബൈ.